ബിബിൻ, എന്ത് പറ്റി ബിബിൻ? ഞെട്ടി നിൽക്കുന്നേ? എന്തോ കാര്യമാണ്, പറയൂ ബിബിൻ. ഒന്നുമില്ല, ഉറപ്പല്ലേ? സുജാ ചേച്ചി എന്താ പറയാനല്ലേ ലക്ഷ്മിയോട്? നല്ല സോങ് സെലക്ഷൻ. എന്റെ ചേട്ടനെ. ലക്ഷ്മി താങ്ക്സ് പറയണു ഈ പാട്ട് സെലക്ട് ചെയ്തതിന്. ഇവിടെ പാടിയ 2 പാട്ടുകൾ ഇന്നലെ അമ്പാടി പയ്യുകൾ പാടി. അതും ഞാൻ ഇതുവരെ സ്റ്റേജിൽ പാടിയിട്ടില്ല. ഈ പാട്ട് ഞാൻ ഇതുവരെ സ്റ്റേജിൽ പാടിയിട്ടില്ല. സോ നിങ്ങൾ പാടി കേൾക്കണം. ഇനിയും പാടില്ല. അപ്പോ താങ്ക്സ് ഫോർ ഈ പാട്ട് സെലക്ട് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഈ പാട്ടുകളൊക്കെ. കാരണം റഹ്മാന്റെ എൻ്റെ ആദ്യത്തെ, എനിക്ക് ഈ ഫീൽഡിൽ എനിക്ക് ഒരു ഫുഡ് ഹോൾഡ് ഉണ്ടാക്കി തന്ന തമിഴ് ഫീൽഡിലാണ് എനിക്ക് റഹ്മാനാണ് എന്നെ തിരിച്ച് ഈ ഫീൽഡിലേക്ക് തള്ളി വിട്ടതെന്നും പറയും. അവിടെ നിന്നാണ് ഞാൻ മലയാളത്തിലേക്ക് കൂടുതൽ പാടാൻ വന്നത്. ഹൈ ഓവർ ലോട്ട്. താങ്ക് യു. வாய்ப்பாட்டு பாடும் பெண்ணே மௌனங்கள் கூடாது, வாய்ப்போட்டு சட்டம் எல்லாம் பெண்ணுக்குள்ளாகாது. வண்டெல்லாம் சத்தம் போட்டால் பூஜோலை தாங்காது, முட்டக்கள் சத்தம் போட்டால் பெண்ணுக்கு ஆகாது. ஆடிக்கு பின்னாலே காவேரி தாங்காது, ஆளான பின்னாலே அள்ளி பூ மூடாது. ஆசை துடிக்கின்றது உன் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டு பார், உன் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டு பார், உன் வீட்டு தென்னன்கிற்று ஒவ்வொன்று கேட்டு பார், என் பேர் சொல்லுமே. உன் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டு பார், உன் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டு பார், உன் வீட்டு தென்னன்கிற்று ஒவ்வொன்று கேட்டு பார், உன் பேர் சொல்லுமே. சொல்லுக்கும் அர்த்தத்துக்கும் தூரங்கள் கிடையாது, சொல்லாத காதல் எல்லாம் சொர்க்கத்தில் சேராது. எண்ணிக்கை தீர்ந்தாலும் முத்தங்கள் தீராது, எண்ணிக்கை பார்த்தாலே முத்தங்கள் ஆகாது. அனுபவமோ என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டு பார், என் வீட்டு சின்ன கம்பி எல்லாமே கேட்டு பார், என் வீட்டு தென்னன் கிற்றை இப்போதே கேட்டு பார், என் நெஞ்சு சொல்லுமே. உன் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டு பார், உன் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டு பார், உன் வீட்டு தென்னன் கிற்று
ஒன்று கேட்டு பார் என் பேர் சொல்லுமே. ലക്ഷ്മി, ബിബിൻ, ഓ എന്തൊരു റൊമാൻസ് ആയിരുന്നു ഇവിടെ. ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. അല്ലേ, അത് വേണ്ടേ? ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത് വേണം. അതിൽ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യമല്ല പറയണം. ഓൺ സ്റ്റേജ് റിയലി നൈസ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സുജാ ചേച്ചി, യുവർ സോങ്. അത് ആക്ച്വലി ലക്ഷ്മിക്ക് ഈ സ്റ്റേജിൽ ഇങ്ങനത്തെ ഈ കെമിസ്ട്രിയും ഈ റൊമാൻസ് ഒക്കെ പുതുതാണ്. ഇതുവരെ ലക്ഷ്മി അങ്ങനത്തെ ഒരു മുഖത്തിൽ ഞങ്ങൾ കണ്ടിട്ട്. ഏതായാലും ലക്ഷ്മിക്ക് അതിന് എക്സ്ട്രാ മാർക്സ് കിട്ടും. ലക്ഷ്മി ഉഗ്രനായിരുന്നു കേട്ടോ. ബിബിന് പിന്നെ യൂസ്ഡ് ആണ്. ബിബിന് പ്രേമവും ഞങ്ങൾ അറിഞ്ഞു. എന്തായി കറക്റ്റ് ആയിട്ട് പറ. ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അതുകൊണ്ടാണ് ഇത്ര റൊമാൻറ്റിക് ആയിട്ട് പാടിയെന്ന് നമുക്കറിയാം. ചിരിയാണോ പേടിയാണോ മനസ്സിലാവുന്നില്ല. ഫുൾ റൊമാൻസ് ആയിരുന്നു. പക്ഷെ അപ്പൊ എങ്ങനെയാലും വരാ. അതുകൊണ്ടാണ് ബിപിൻ ഞങ്ങൾ മോനല്ല പേടിയാന്ന്, ഇത് ഞങ്ങൾക്കാ പേടിയാന്ന്. അറ്റ്ലീസ്റ്റ് ഈ വയസ്സിലൊക്കെ എന്താണ് അയ്യേ ഒന്നുമില്ല. കൊച്ചു വേണം. എത്ര വയസ്സായി? ബിബിന് പ്രണയമൊന്നുമില്ല, ചുമ്മാ പേടിപ്പിച്ചു. ബിബിൻ, ഈ പാട്ട് ആക്ച്വലി ബിബിന്റെ അൺലൈക്ക് സോങ് അല്ലെ. അധികം നമ്മള് ബിബിൻ ഒരു റൗണ്ട് വന്നാൽ ബിബിൻ ഇത് എടുക്കില്ല. ബിബിന്റെ ടൈപ്പ് പാട്ടല്ല. പക്ഷെ അസാധ്യമായിട്ട് പാടി ബിബിൻ. ആദ്യമായിട്ട് എനിക്ക് സന്തോഷമുള്ള ബിബിൻ പാട്ട് പഠിച്ചു ക്ലീനായിട്ട്. ആദ്യമായിട്ടാണ് പാട്ട് പഠിക്കുന്നത് കറക്റ്റായിട്ട്. അതെങ്ങനെ ക്ലീനായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാം. ഇതെങ്ങനെയത് ബിബിന്റെ സ്വന്തമായിട്ട് ഒന്നും വന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സന്തോഷം ബിബിൻ. ലക്ഷ്മി അസാധ്യമായിട്ട് പാടി. ലക്ഷ്മി എന്ത് വോയിസ് ആയിരുന്നു. ക്രിസ്റ്റൽ ക്ലിയർ, പളുങ്ക് പോലെ ഇരുന്നു. സെക്കൻഡ് ചരണത്തിന്റെ അവസാനം കുറച്ച് ഇടയ്ക്ക് മേലെ പോയ സ്ഥലത്ത് സെക്കൻഡ് ചരണത്തിലാണ് കുറച്ച് കുറച്ച് തെറ്റ് വന്നത്. ചെറിയ മിസ്റ്റേക്സ്. അത് കൂടെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് പാടുമ്പോഴുള്ള കുഴപ്പങ്ങളാണ്. അനുഭവമോ ഒക്കെ പാടില്ല. അപ്പൊ ഇയാള് ചിരിയൊക്കെ, ബാലുസാറിന്റെ ചിരിയൊക്കെ ചിരിച്ചു ഇയാള്. അപ്പോ അതെ. അപ്പൊ ലക്ഷ്മി അഗൈൻ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് എന്റെ സൈഡിൽ നിന്ന് താങ്ക്സ്. ഈ പാട്ട് എനിക്ക് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ റെക്കോർഡിങ് ഇപ്പൊ കേട്ടാലും റഹ്മാൻ എത്ര 20 വർഷമായി കാണുള്ളത് പോരാ. 93, 92. ശരിക്കും 20 വർഷം. ഇപ്പൊ റെക്കോർഡ് ചെയ്തപ്പോൾ അതിന്റെ സൗണ്ട് ഇതൊക്കെ അല്ലേ എന്ത് രസമായിട്ട് മോഡേൺ. സീരിയസ്ലി ഫ്ലൈറ്റിൽ കയറിയപ്പോ ചുമ്മാ ഹെഡ്ഫോൺ എടുത്തിട്ടു. തുടങ്ങുന്നത് സുജുവിന്റെ വോയിസ് ആണ്. പഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, ക്വാളിറ്റി. പക്ഷെ നമുക്കപ്പോ റഹ്മാന്റെ അന്നും അവിടെ പല്ലവി അനുപല്ലവി ചരണം അങ്ങനെ തന്നെ പാടാം. അത്രത്തോളം മോഡേൺ ആയിരുന്നു. പക്ഷെ നോ ഇൻ ബിറ്റ്വീൻ, നോ പഞ്ചസ്, നത്തിങ്. എന്നിട്ടും സൗണ്ടിങ് സോ മോഡേൺ. വോയിസ് ഒക്കെ ഇപ്പോഴും എന്ത് രസ, ഇപ്പോഴത്തെ കേൾക്കണ പോലെ ഇരിക്കും. അയാളൊരു സാധനം തന്നെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സുജാ ചേച്ചി. ബിബിൻ എങ്ങനെ പാടിയാലും എനിക്ക് ഇഷ്ടമാവും. അങ്ങനെ ഒരു ബിബിൻ വിറ്റ്നസ് ആണ് ബിബിന്റെ വോയിസ് എനിക്ക്. സോ ആൻഡ് ആക്ച്വലി വളരെ നന്നായിട്ട് പാടി ബിബിൻ. സോ ഐ എം സോ ഹാപ്പി. താങ്ക് യു സർ. ബട്ട് ലക്ഷ്മി, full congratulations to you because transformation every way. പെർഫോം ചെയ്തു. പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ലക്ഷ്മിയുടെ പാട്ട് വലിയ ഇഷ്ടമാണെന്ന് അറിയാം. ബട്ട് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ബിക്കോസ് ബിബിൻ ശ്രുതി കയറ്റി കാണും അല്ലേ? എത്ര കയറ്റി? ഹാഫ് നോട്ട് കയറ്റി. സോ ഫീമെയിലിന് എത്ര ഡിഫിക്കൽട്ടാണെന്ന് അറിയാം. ഞങ്ങൾ ഇട്ടത് എന്തുകൊണ്ട് ലക്ഷ്മി റേഞ്ച് കുറച്ച് കുറവാണ്. ബട്ട് അതുകൊണ്ട് ബിബിൻ മേളിൽ പാടിക്കൊള്ളും, ലക്ഷ്മി താഴെ പാടിക്കൊള്ളും. പക്ഷെ ഇങ്ങനെ ഒരു പാട്ടെടുത്ത് ലക്ഷ്മിനെ കൊന്നു. ബട്ട് സ്റ്റിൽ ലക്ഷ്മി, വാട്ട് യു ആർ ഏബിൾ ടു ടച്ച് ഓൾ ദാറ്റ് നോട്ട്സ്. ഈസി. അതെങ്ങനെ പഠിച്ചു? ഇപ്പോൾ ആ കാര്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. മേളിൽ കുറച്ച് തിന്നാണ് ബട്ട് സ്റ്റിൽ എനിക്കിഷ്ടമായി. ഫ്ലോസ് ഒക്കെ എനിക്ക് ഐ ഡോണ്ട് സീ ഓൾ ദാറ്റ് ബിക്കോസ് സച്ച് എ ബ്യൂട്ടിഫുൾ സിംഗർ.
അത്ര ഇഷ്ടമാണ് വോയിസും സ്റ്റൈലും. വെരി വെരി ഗുഡ്. താങ്ക് യു ശ്രീനി സർ. ശരത് സർ. ലക്ഷ്മി നന്നായിരുന്നു. ലക്ഷ്മി നന്നായിരുന്നു മോള്. കുറച്ചും കൂടെ സംഗതികളിൽ പെർഫെക്ഷൻ എനിക്ക് വേണം കേട്ടോ. അത് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ചുരുതി ചേർക്കുക. അതിനുള്ളൊരു ശ്രമമൊക്കെ സൈഡിൽ നിന്ന് നടക്കണം കേട്ടോ. പിന്നെ ബിപിൻ മോൻ പാടിയത് എനിക്ക് കുറേ ഇഷ്ടമായി. പ്രോഗ്രാംസൊക്കെ പാടാറുണ്ടോ? കുഴപ്പമില്ല. ആ പാടത്തില്ല. അയ്യോ അതിനുള്ള പാടാറുണ്ട്. പാടാറുണ്ട്. ഡ്യൂയറ്റ്സ് ഒക്കെ പാടാറുണ്ടോ? ആ പാടാറുണ്ട്. കൂടെ പാടുന്നവരെ കൊല്ലും എന്നെ ശ്രുതി കൂട്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയായാലും നന്നായിരുന്നു. ലക്ഷ്മി ചിരിച്ചു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ശ്രുതി കുറച്ചും കൂടെ അവിടെ ചേർക്കാനുള്ള ശ്രമം നടത്തണം, ചേർക്കണം കേട്ടോ. മൊത്തത്തിൽ കേൾക്കാൻ നല്ല സുഖമായിരുന്നു. താങ്ക് യു ശരത് സർ. സ്കോർസ് അറിയാം ലക്ഷ്മി? ശ്രീനി സർ. 28 on 30. Thank you sir. സുജാ ചേച്ചി. 28 on 30 again. Thank you ചേച്ചി. ശരത് സർ. ഞാൻ ഈ ബിപിൻ കാരണം അരനോട്ട് കൂട്ടിയോണ്ട് ഞാനൊരു 1/2 മാർക്ക് കുറച്ചു കേട്ടോ. 27.5 on 30. Thank you sir. 83.5 on 90. നീ 10 എത്ര മാർക്കാണ് നോക്കാം. 8 on 10. Total overall score 91.5 on 100. Bipin, thanks a lot. ജോസ് കോനിയൻ വോയിസിൽ വീണ്ടും വരുന്നതിൽ താങ്ക്സ് a lot. All the very best.